ഇന്നത്തെ നമ്മുടെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇസ് ഫ്രം LP മീൻസ് ലവ് പോയിന്റ്. യെസ്, ലവ് പോയിന്റ്. എവിടെ എന്താന്നൊക്കെ അല്ലേ, അതൊക്കെ പറയാം. ഹലോ, നമസ്തേ, നമസ്കാരം. ദിസ് ഇസ് ഫെമിന ഫ്രം Prepwise. അപ്പോൾ നമ്മുടെ കണ്ടിന്യൂസ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായി ഡൽഹി യൂണിവേഴ്സിറ്റിയും അതിനുള്ളിൽ വരുന്ന കോളേജുകളൊക്കെ തന്നെ ഡീറ്റെയിൽ ആയി കവർ ചെയ്യുന്ന ദില്ലി ചാലോ എന്ന സീരീസിലെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ കോളേജ് ഏതാ നമുക്ക് നോക്കാം. നോർത്ത് ക്യാമ്പസിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കോളേജാണ് ഹൻസ്രാജ് കോളേജ്. അവിടെ ഏതാണ്ട് ഒരു കേന്ദ്ര സ്ഥലത്തായി വരുന്ന സ്ഥലമാണ് ലവേഴ്സ് പോയിന്റ്. അവിടെ വെച്ചാണ് സൂപ്പർ സ്റ്റാർ ഷാരൂഖ് ഖാൻ അദ്ദേഹത്തിന്റെ വൈഫായ ഗൗരി ഖാനെ പ്രപ്പോസ് ചെയ്യുന്നൊക്കെ പറയപ്പെടുന്നു. ഒരു രസകരമായ കാര്യം പറയട്ടെ. അപ്പോൾ നമ്മൾ സ്കൂൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മളെ ഡിസിപ്ലിൻ്റെ ഒക്കെ ഭാഗമായിട്ട് ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവരാറുണ്ടല്ലോ. അപ്പൊ ഇതേപോലെ തന്നെ പിൽക്കാലത്ത് വന്ന ആക്ടിംഗ് പ്രിൻസിപ്പൽ ഇതിന്റെ പേര് കൂടുതൽ ഡിസിപ്ലിൻ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി ഛത്ര കേന്ദ്ര വിദ്യാർത്ഥി കേന്ദ്രം എന്നാക്കണമൊക്കെ പറഞ്ഞു. പക്ഷെ സ്റ്റുഡൻസ് ഇപ്പോഴും ലവ് പോയിന്റ് എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അപ്പൊ ബേസിക്കലി ഒരു പ്രധാന ഹാങ് ഔട്ട് സ്പോട്ട് തന്നെയാണ് ഈ ലവ് പോയിന്റ്. പിന്നെ മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരിക്കലും വേക്കൻ്റ് ആയി കാണാത്ത സ്ഥലം. എപ്പോഴും സ്റ്റുഡൻസും തമാശയും ചിരിയൊക്കെ ആയിട്ട് ഫുൾ ഓഫ് ലൈഫ്. പിന്നെ അതേപോലെ തന്നെ പിന്നെ തിയേറ്റർ ഗ്രൂപ്പ്സിൻ്റെയും ഡ്രമാറ്റിക് സൊസൈറ്റീസിൻ്റെ ഒക്കെ പെർഫോമൻസും എല്ലാം അരങ്ങേറും അവിടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ വിഷ്വൽസ് ഒക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം. നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഇത്രയും വൈബ്രന്റ് ആയിട്ടുള്ള ഈ ക്യാമ്പസിൽ 70 വർഷത്തിലധികം ചരിത്രം തന്നെ നമുക്ക് പറയാനുണ്ട്. ഇന്ത്യയിലെ റിഫോമിസ്റ്റ് മൂവ്മെന്റ്സ് പഠിച്ച സമയത്ത് പഠിച്ചത് നിങ്ങൾ ഓർമ്മിക്കുന്നുണ്ടാവും. ദയാനന്ദ സരസ്വതി, അദ്ദേഹത്തിന്റെ ആര്യ സമാജിനെ കുറിച്ചൊക്കെ. അപ്പൊ അദ്ദേഹത്തിന്റെ ചിന്തകളെ ഇൻഫ്ലുവൻസ് ആയ മഹാത്മാ ഹൻസ്രാജിന്റെ നാമധേയത്തിലാണ് 1948 ഹൻസ്രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുന്നത്. ആര്യ സമാജത്തെ കുറിച്ചും അതിന്റെ മിഷനെ കുറിച്ചും ഒക്കെ മനസ്സിലായവർക്ക് അറിയാം. ആ കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഒരുപാട് അനാചാരങ്ങളെ മറികടക്കാനും ഒരു എഡ്യൂക്കേറ്റഡ് ആയ കമ്മ്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യാനും സൊസൈറ്റിയിൽ ചേഞ്ചസ് കൊണ്ടുവരുന്നതിനും ഒക്കെ സ്ട്രൈവ് ചെയ്യുന്നത് ഒരു പ്രധാന കാര്യമായിരുന്നു എന്നുള്ളത്. അപ്പം അതിന്റെ ഒക്കെ ഭാഗമായിട്ടാണ് ഹൻസ്രാജ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കപ്പെടുന്നത്. മോഡേണിറ്റിയും ട്രഡീഷനും ഇൻകൾക്കേറ്റ് ചെയ്തുകൊണ്ട് ക്വാളിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെന്റ് സ്റ്റുഡൻസിൽ എത്തിച്ചു കൊടുക്കുക എന്ന വലിയൊരു മിഷനാണ് ഹൻസ്രാജ് ചെയ്തു വരുന്നത്. അപ്പം അക്കാഡമിക്സിന്റെ കേസിലേക്ക് വരുന്ന സമയത്ത് 3 ഡൊമൈൻസിലായിട്ടാണ് കോഴ്സസ് ഓഫർ ചെയ്യപ്പെടുന്നത്. സയൻസ്, കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ്. അപ്പോൾ ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ അതിന്റെ കീഴിൽ ഒരുപാട് ഓഫേഴ്സ് വരുന്നത് കൊണ്ടും 5000-ലധികം സ്റ്റുഡൻസ് ആണ് ഈ കോളേജിൽ പഠിക്കുന്നത്. മറ്റു കോളേജുകളെ പോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. എന്നാ തുടങ്ങല്ലേ. ആദ്യമായി ക്യാമ്പസിനെ പരിചയപ്പെടാം. അവിടുത്തെ ഫെസിലിറ്റീസും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ വളരെ ഇംപ്രസീവായ ആർക്കിടെക്ചറാണ് ഹൻസ്രാജിൻ്റെത്. വെൽ സ്റ്റോക്ക് സെന്റർ ലൈബ്രറീസ്, ഡിപ്പാർട്ട്മെന്റ് ലൈബ്രറീസ് ഫോർ സയൻസ് സബ്ജക്ട്സ്, പിന്നെ 6 കമ്പ്യൂട്ടർ ലാബ്സ്, പിന്നെ 18 സയൻസ് ലബോറട്ടറീസ്. സ്പോർട്സ് ഫെസിലിറ്റീസിലേക്ക് വരുമ്പോൾ വാസ്റ്റ് പ്ലേ ഗ്രൗണ്ട്, ഇൻഡോർ സ്പോർട്സ് കോംപ്ലക്സ്, പിന്നെ പ്ലേ റൂംസ്, ആംഫി തിയേറ്റർ, ലിഫ്റ്റ് ഫെസിലിറ്റി ആൻഡ് ദി ഓൺലി ഇലക്ട്രോണിക് ഷൂട്ടിംഗ് റേഞ്ച് ഇൻ ദ യൂണിവേഴ്സിറ്റി. 500 ആളുകൾക്ക് ഇരിക്കാൻ പറ്റുന്ന അൾട്രാ മോഡേൺ എയർ കണ്ടീഷൻഡ് ഓഡിറ്റോറിയം ഫിറ്റഡ് വിത്ത് ലേറ്റസ്റ്റ് സൗണ്ട് ആൻഡ് ലൈറ്റ് സിസ്റ്റംസ്. അതേപോലെ 120 പേർക്ക് ഇരിക്കാൻ കഴിയുന്ന സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് സൗണ്ട് ആൻഡ് പ്രൊജക്ഷൻ സിസ്റ്റം ഒക്കെയുള്ള എയർ കണ്ടീഷൻഡായ സെമിനാർ റൂം. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ സെറീൻ അറ്റ്മോസ്ഫിയർ ഓഫ് എ ബ്യൂട്ടിഫുൾ ക്യാമ്പസ് സറൗണ്ടഡ് ബൈ ലഷ് ഗ്രീൻ ലോൺസ് ആൻഡ് ദ മാഗ്നിഫിസന്റ് ഹെറിറ്റേജ് ബിൽഡിംഗ്. അപ്പൊ ഈ പറഞ്ഞതൊക്കെ നമുക്കൊന്ന് ഓടിച്ച് കാണാം.
പോസ്റ്റർ കാണുമ്പോൾ മനസ്സിലായിണ്ടാവും അത്യാവശ്യം വലിയ കോളേജ് ആണെന്നുള്ളത്. എന്താണെന്നല്ലേ, ഇവിടെ 3 പ്രധാനപ്പെട്ട സ്ട്രീമുകളെയും ഡിപ്പാർട്ട്മെന്റുകളുണ്ട്: ആർട്സ്, കൊമേഴ്സ് ആൻഡ് സയൻസ്. അപ്പൊ നമുക്ക് അക്കാഡമിക്സിലേക്ക് തിരിഞ്ഞാലോ? സയൻസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ വി ഹാവ് BSc ഓണേഴ്സ് ഇൻ ആന്ത്രോപോളജി, ബോട്ടണി, കമ്പ്യൂട്ടർ സയൻസ്, കെമിസ്ട്രി, ഇലക്ട്രോണിക്സ്, ജിയോളജി, മാത്തമാറ്റിക്സ്, ഫിസിക്സ്, സുവോളജി. പിന്നെ വി ഹാവ് BSc ഇൻ ലൈഫ് സയൻസസ് ആൻഡ് BSc ഇൻ ഫിസിക്കൽ സയൻസ്. അതിൽ കെമിസ്ട്രി, കമ്പ്യൂട്ടർ ആണുള്ളത്. ഇനി അടുത്ത ഡിപ്പാർട്ട്മെന്റിലേക്ക് വരുമ്പോൾ ആർട്സ് ഡിപ്പാർട്ട്മെന്റിൽ BA ഓണേഴ്സും BA പ്രോഗ്രാംസും ആണുള്ളത്. അപ്പോൾ BA ഓണേഴ്സിൽ ഇംഗ്ലീഷ്, എക്കണോമിക്സ്, ഹിന്ദി, ഹിസ്റ്ററി, ഫിലോസഫി, സംസ്കൃത്. പിന്നെ BA പ്രോഗ്രാംസിലേക്ക് വരുമ്പോൾ അത് 2 സബ്ജക്ട്സ് കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പം അതിൽ വി ഹാവ് സംസ്കൃത് വിത്ത് ഫിലോസഫി, എക്കണോമിക്സ് വിത്ത് കോമേഴ്സ്, ദെൻ വി ഹാവ് ഹിസ്റ്ററി വിത്ത് എക്കണോമിക്സ് ആൻഡ് ഫിലോസഫി വിത്ത് ഫിസിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ ഫിസിക്കൽ എഡ്യൂക്കേഷൻ വിത്ത് ഹിന്ദി. പിന്നെ കൊമേഴ്സിൽ വി ഹാവ് BCom ഓണേഴ്സ്. അപ്പോൾ ഈ ഓണേഴ്സ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ടുള്ള സിലബസ് ആയിരിക്കും. ഇവ കൂടാതെ ഡിഗ്രി സ്റ്റുഡൻസിന് എടുക്കാൻ കഴിയുന്ന സർട്ടിഫിക്കറ്റ് കോഴ്സസ് കൂടെ ഹൻസ്രാജിലുണ്ട്. ആഡ് ഓൺ കോഴ്സസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. സ്കില്ലിംഗ് ആൻഡ് ഓണ്ടർപ്രീനർഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഏരിയാസിലുള്ള കോഴ്സസ് ആണ് ഇവ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ ഓരോ കോഴ്സസ് ഒക്കെ ചെയ്താൽ നമുക്ക് എക്സ്ട്രാ സ്കിൽ സെറ്റും അതുപോലെ തന്നെ എക്സ്പോഷറും ഒക്കെ കിട്ടുന്നത് വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. ഇത്രയധികം കോഴ്സസും സ്റ്റുഡൻസ് ഉള്ളത് കൊണ്ട് തന്നെ ക്യാമ്പസ് വളരെ ലൈവാണ്. ഇത് കൂടാതെ രജിസ്റ്റേർഡ് ആയ 44 സൊസൈറ്റീസും ഉണ്ട്. അപ്പോൾ എല്ലാ സൊസൈറ്റീസിനെ കുറിച്ച് പറയാന്നുള്ളത് പോസിബിൾ അല്ല. എന്നാലും നമുക്കൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കാം. കോളേജിന്റെ വെബ്സൈറ്റിൽ കയറി സൊസൈറ്റി സ്ക്രോൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാം ഒരുപാട് സൊസൈറ്റീസ് ഇവിടെ ഉണ്ട്. സിവിൽ സർവീസ് സൊസൈറ്റി, നിഷ്ഠ എന്ന് പറഞ്ഞ സിവിൽ സർവീസ് സൊസൈറ്റി ഉണ്ട്. നമ്മൾ അതിനെക്കുറിച്ച് പറയുന്നതായിരിക്കും. ജീവിതത്തിന്റെ സീക്രട്ട് മീനിങ് അല്ലെങ്കിൽ ജീവിതത്തിന്റെ പേർപ്പസിനെ കുറിച്ചോ ഒക്കെ ചോദ്യങ്ങൾ ഉള്ളവർക്കും നമ്മൾക്ക് കൂടുതലായിട്ട് ഒരു ഇന്നർ ജേർണിയിലേക്ക് പോകാനും നമ്മളുടെ ഒരു സ്പിരിച്വൽ ജേർണിയിലേക്കൊക്കെ കൊണ്ടുപോകാനുള്ള ഒരു പ്ലാറ്റ്ഫോമായിട്ട് അദ്വൈത എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ സൊസൈറ്റി ഇവിടെ ഉണ്ട്. അതേപോലെ മോഡലിംഗ്, ഫാഷൻ, ക്ലോത്ത് സ്റ്റൈൽ ഇതിനോടൊക്കെ താല്പര്യമുള്ളവർക്ക് എക്സ്പെരിമെന്റ് ചെയ്യാനും എക്സ്പ്ലോർ ചെയ്യാനും ഒക്കെയുള്ള ഒരു വേറൊരു പ്ലാറ്റ്ഫോമാണ് വിൻഡേഗോ ഫാഷൻ സൊസൈറ്റി. ഈ ഡിസംബറിലും നിൽക്കാതെ പെയ്യുന്ന മഴയും ഗ്ലോബലി നോക്കുകയാണെങ്കിൽ എല്ലായിടത്തും ക്ലൈമറ്റ് ചേഞ്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ നെസസറി ആയ ഒന്നാണ് ഒരു എൻവയോൺമെന്റൽ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഹൻസ്രാജിന്റെ ഗ്രീൻ വാരിയേഴ്സ് ക്ലബ് എന്ന് പറയുന്ന എൻവയോൺമെന്റൽ സൊസൈറ്റി ഗ്രീൻ ആർ ദ പ്രസന്റ് ബെറ്റർ ദ ഫ്യൂച്ചർ എന്ന മോട്ടോ ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദി സൊസൈറ്റി വർക്ക്സ് ബൈ ഹാൻഡ്സ് ഓൺ എഫേർട്സ് ബൈ ഇറ്റ്സ് മെമ്പേഴ്സ് ടു കോമ്പാക്ട് എൻവയോൺമെന്റൽ ഇഷ്യൂസ്. അങ്ങനെ ഒരുപാട് സൊസൈറ്റീസ് ഇവിടെ ഉണ്ട്. ദ കൊമേഴ്സ് സൊസൈറ്റി, ദ ഓഫീസ് ഓഫ് ഇന്റർനാഷണൽ പ്രോഗ്രാംസ്, the entrepreneurship cell. So you can go to the website and check out the societies that you are interested in. അപ്പോൾ നിങ്ങൾക്ക് if you don't see the society that you are interested in, maybe you can go there and start up a new society that would cater to your interest. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത സമയത്ത് NSS ആൻഡ് NCC സൊസൈറ്റിയും കണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് NSS ആൻഡ് NCC. അപ്പം ആക്റ്റീവായ NSS ആൻഡ് NCC യൂണിറ്റ്സ് ആണ് ഇവിടെ ഉള്ളത്. സോ ദിസ് ഇസ് എ സോഷ്യൽ സർവീസ് ദാറ്റ് വർക്ക്സ് അണ്ടർ മിനിസ്ട്രി ഓഫ് യൂത്ത് അഫയേഴ്സ് ആൻഡ് സ്പോർട്സ്. അപ്പോൾ നമ്മൾ സ്ക്രോൾ ചെയ്ത സമയത്ത് കണ്ട വേറൊരു സംഭവമാണ് TEDx ഹൻസ്രാജ് എന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊരു മെൻഷൻ ചെയ്യേണ്ട ഒരു പ്രോഗ്രാം തന്നെയാണ്. സോ ത്രൂ ദിസ് പ്രോഗ്രാം ദി സ്റ്റുഡൻസ് ഗെറ്റ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ലിസൺ ടു പീപ്പിൾ ഹു ഹാവ് അക്കംപ്ലിഷ്ഡ് തിങ്സ് ഇൻ ദെയർ ലൈഫ്. ഇപ്പോൾ TED മാത്രമല്ല, ഇത്തരം എക്സ്പോഷർ തരുന്ന ഒരുപാട് പ്രോഗ്രാമുകളൊക്കെ തന്നെ ഡിപ്പാർട്ട്മെന്റുകളുടെയും സൊസൈറ്റീസിന്റെ അണ്ടറിലും കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ സിവിൽ സർവീസ് സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സിവിൽ സർവീസ് സൊസൈറ്റിയാണ് ഹൻസ്രാജിലുള്ളത്. ഇതിനു പുറമെ ബീക്കൺ IAS എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പുമായി ഹൻസ്രാജ് കോളേജ് UG സ്റ്റുഡൻസിനായി 3 വർഷത്തെ IAS പ്രിപ്പറേറ്ററി ക്ലാസ്സസും നടത്തുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫെസിലിറ്റി ദ്വീപിലെ മറ്റു കോളേജിലെ സ്റ്റുഡൻസിന് ഉപയോഗപ്പെടുത്താവുന്നതാണ്. IASന് മാത്രമല്ല, റിസർച്ചിൽ താല്പര്യമുള്ളവർക്ക് ഇവിടെ നല്ലൊരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഉള്ളത്. UG സ്റ്റുഡൻസിൽ റിസർച്ച് ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് കൂടുതൽ ഓറിയന്റേഷൻ കിട്ടുന്നതിനും റിസർച്ച് സ്കിൽ നർച്ചർ ചെയ്യുന്നതിനും ഒക്കെയുമായി ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ അണ്ടറിൽ കുറെ പ്രോഗ്രാംസ് വരുന്നുണ്ട്. അതിൽ സെൻട്രൽ ഗവൺമെന്റിന്റെ ഡിഫറെന്റ് ബോഡീസ്, നാഷണൽ ആൻഡ് ഇന്റർനാഷണൽ റിസർച്ച് അസോസിയേഷൻ എന്നിവരൊക്കെയായി സഹകരിച്ചാണ് ഇത്തരം ഇനീഷ്യേറ്റീവ്സ് ചെയ്യുന്നത്. അപ്പോൾ മിക്ക പ്രൊജക്റ്റുകളും സ്പോൺസേർഡ് ആണ്. അപ്പോൾ സയൻസിൽ അഡ്മിഷൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ ഉള്ളത്. ഇനി പ്ലേസ്മെന്റിന്റെ കേസിലേക്ക് വരുമ്പോൾ ഫാക്കൽറ്റീസ് ഇൻചാർജുള്ള വളരെ ആക്റ്റീവായ പ്ലേസ്മെന്റ്സ് എല്ലാം ഇവിടെ ഉള്ളത്. കഴിഞ്ഞ വർഷത്തെ റിപ്പോർട്ട് നോക്കിയപ്പോൾ മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 85 പരം റിക്രൂട്ടേഴ്സാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളത്. അതിൽ പ്രധാനമായും ബെയിൻ കാപ്പബിലിറ്റി നെറ്റ്വർക്ക്, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, DE Shaw, ZS Associates, Stress Vista Financial Services, Deloitte USI ആൻഡ് EY എന്നീ കമ്പനികളാണ്. അതിൽ പ്രധാനമായും ബെയിൻ കാപ്പബിലിറ്റി നെറ്റ്വർക്ക്, ബോസ്റ്റൺ കൺസൾട്ടിംഗ് ഗ്രൂപ്പ്, DE Shaw, ZS Associates, EY, Deloitte, Stress Vista Financial Services എന്നീ കമ്പനികളാണുള്ളത്. പാക്കേജുകളിലേക്ക് വരുമ്പോൾ ആവറേജ് 6 lakhs per annum, ഹയസ്റ്റ് പാക്കേജ് 19.25 lakh per annum ആണ് വരുന്നത്.
അതേപോലെ over 150 offers were successfully rolled out with a gross package of 9+ crores, with more than 50% of the companies visiting the campus for the first time. Also, the profiles offered belong to a multitude of fields such as IT, HR, finance, consulting, marketing and insurance. എനിക്ക് ഹൻസ്രാജിനെ കുറിച്ച് ആദ്യമായി അറിയുന്നത് എങ്ങനെയാണെന്നറിയോ? അതന്നെ, ഷാറൂഖ് വാല കോളേജ്. 28 വർഷത്തിന് ശേഷം അദ്ദേഹം സർട്ടിഫിക്കറ്റ് വാങ്ങുന്നതിൻ്റെ ഫോട്ടോവും അതിൻ്റെ റിപ്പോർട്ടുമാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അപ്പോൾ SRK എക്കണോമിക്സ് ആണ് ഹൻസ്രാജിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ മൂപ്പരുടെ ഒരു മാസ് എൻട്രിയും ഡാൻസും ഒക്കെ ഒന്ന് നമുക്ക് കണ്ടാലോ? ക്യാമ്പസിന്റെ വൈബ് നമ്മൾ ആദ്യം കണ്ടില്ലേ? ആ ടൈമിൽ പറയാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമുക്കിതാ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇതേ ആ കാണുന്ന വോളിൽ ഹൻസ്രാജിലെ പ്രോമിനന്റ് അലൂമിനിന്റെ फोटोज इंस्टॉल ചെയ്തത് കണ്ടോ? ये हंसराज है, हंसराज की वॉल है और उनमें सब हंसराज की अलूमनीज है. सो हम और हमारा हंसराज. അപ്പോൾ നമ്മൾ വോളിൽ കുറേ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഹൻസ്രാജിൽ അലൂമിനീസിനെ കണ്ടു. അപ്പോൾ ഇവർ കൂടാതെ തന്നെ വേറെയും ഒരുപാട് അലൂമിനീസ് ഉണ്ട്. ദ ഫിലിം ഡയറക്ടർ, റൈറ്റർ, എഡിറ്റർ, പ്രൊഡ്യൂസർ, ആക്ടർ ഒക്കെ ആയിട്ടുള്ള അനുരാഗ് കശ്യപ്. ആൻഡ് ഓൾസോ വി ഹാവ് നവീൻ ജിണ്ടൽ. ഹീസ് ആൻ ഇന്ത്യൻ ബില്യനിയർ ഇൻഡസ്ട്രിയലിസ്റ്റ് ആൻഡ് എ ഫോമർ മെമ്പർ ഓഫ് പാർലമെന്റ് ഫ്രം കുരുക്ഷേത്ര, ഹരിയാന. He's also a chairman of Jindal Steel and Power Limited and also chancellor of OP Jindal Global University. And then we have Ajay Mekan from National Congress Party. അതേപോലെ പാര അത്ലറ്റിക്സിൽ അർജുന അവാർഡ് നേടിയ സന്ദീപ് ചൗധരിയും ഹൻസ്രാജിൽ അലൂമിനിയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ സ്പോർട്സിനെ കുറിച്ചും സ്പോർട്സ് ഫെസിലിറ്റീസിനെ കുറിച്ചും ഒക്കെ പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? ഇങ്ങനെ ഒരുപാട് അലൂമിനീസ് ഉണ്ട്. അപ്പോൾ എല്ലാവരുടെയും ഡീറ്റെയിൽസിലേക്ക് പോകാന്ന് പറ്റുന്നത് ഇറ്റ്സ് നോട്ട് പോസിബിൾ. ഫിലിം മേക്കേഴ്സിന്റെ ടോപ്പ് ചോയ്സ് കൂടിയാണ് ഹൻസ്രാജ് കോളേജ്. ദേവ് ഡി, സഹി ബന്ദേ, ഗലത് ദന്ദേ എന്നീ മൂവീസിലൊക്കെ ബ്യൂട്ടിഫുൾ ആയിട്ട് ക്യാമ്പസിനെ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. സഹി ബന്ദേ, ഗലത് ദന്ദയിലെ ആക്ടേഴ്സ് ഹൻസ്രാജ് അലൂമിനി ആയതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ സ്ക്രീനിങ് തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ബാൻഡ് ബാജ ബാരാത്തിലെ തർക്കീബൻ എന്ന സോങ്ങിലും ഈ ക്യാമ്പസ് കാണിക്കുന്നുണ്ട്. കോളേജുകളിലേതുപോലെ തന്നെ സ്റ്റുഡന്റ് യൂണിയൻ ആണ് ഇവിടുത്തെ ആനുവൽ ഫെസ്റ്റും ഓർഗനൈസ് ചെയ്യുന്നത്. കൺഫ്ലുവൻസ് എന്നാണ് ഫെസ്റ്റിന്റെ പേര്. ഡാൻസ്, ഡ്രാമ, കോമ്പറ്റീഷൻസ്, ട്രഷർ ഹണ്ട്, വൺ ഓഫ് ഇറ്റ്സ് കൈൻഡ്, ദ DJ നൈറ്റ്, അങ്ങനെ ഫുൾ ഫൺ എല്ലാം നിറഞ്ഞതാണ് ഇവിടുത്തെ ഫെസ്റ്റ് സീസൺ. അപ്പോൾ ഇനി എങ്ങനെയാ? SRK പഠിച്ച കോളേജിൽ പോയി പഠിക്കല്ലേ ഇനി? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ വെബ്സൈറ്റിൽ കയറുക, എന്നിട്ട് go through it and navigate through it properly. And if you have any doubts regarding any courses or anything, you can pin us, like comment boxil comment ചെയ്യുക. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സീരീസിൻ്റെ ഭാഗമായിട്ട് ഒരു Q&A സെഷൻ കൂടെ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ട്സ് ഒക്കെ നമ്മളവിടെ ക്ലിയർ ചെയ്യുന്നതാണ്. അന്നപ്പോൾ ഇങ്ങനത്തെ കോളേജിൽ ഇനി അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ആകെ ഒറ്റൊരു വഴിയുള്ളൂ, CUCETന്റെ കാര്യം പറയുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം വരെ +2 മാർക്കിന് അടിസ്ഥാനത്തിലായിരുന്നു ഡൽഹി യൂണിവേഴ്സിറ്റിയിലേക്കുള്ള അഡ്മിഷൻ. എന്നാൽ ഈ വരുന്ന വർഷം മുതൽ സെൻട്രൽ യൂണിവേഴ്സിറ്റി കോമൺ എൻട്രൻസ് ടെസ്റ്റിന്റെ ബേസിസിലായിരിക്കും അഡ്മിഷൻസ്. അപ്പം ഇന്ത്യയിലെ തന്നെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആൾക്കാർ എഴുതുന്ന ഒരു എൻട്രൻസ് എക്സാം എന്ന നിലയിൽ